ഹലോ ധനീസ് കിച്ചൻ ജേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിന്ന് ഈസ്റ്റ് ഒന്നും ചേർക്കാതെ അരിപ്പൊടി വറുത്ത അരിപ്പൊടി വെച്ചിട്ട് ഇന്നൊരു അപ്പം റെസിപ്പി ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പത്തിരിപ്പൊടി നനച്ച് പൊടിച്ച് വറുത്തെടുത്തിട്ടുള്ള പൊടിയാണ് കേട്ടോ. അതൊരു 1.5 കപ്പോളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പോളം തന്നെ തേങ്ങ എടുക്കണം. അത്ര തന്നെ ചോറ് എടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ ചമ്പാവരി അരിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളിത് എടുക്കുന്നത്, ഞാനിവിടെ തേങ്ങ ഉടച്ചപ്പോൾ തേങ്ങാ വെള്ളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഏതാണ്ട് ഒരു 1/4 കപ്പ് വരുന്നുണ്ട്. നമ്മളെടുക്കുന്ന തേങ്ങയുടെ വെള്ളം എത്രയാണോ അത്രയും ഒഴിച്ചിട്ട് മെഷർമെൻറ്റ് കപ്പിൽ ഒഴിച്ചിട്ട് അതിൻ്റെ ബാക്കി വെള്ളം ചേർത്തിട്ട് ഒഴിച്ചു കൊടുക്കുക ആദ്യം കേട്ടോ. അപ്പോൾ ഏതാണ്ട് ഒരു 1/4 കപ്പിൻ്റെ കൂടുതൽ എനിക്ക് തേങ്ങാവെള്ളം കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഒഴിച്ചു കൊടുത്തു. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും 1 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഈ പൊടി ഉണ്ടല്ലോ, വറുത്ത പൊടി ആയതുകൊണ്ട് തന്നെ വെള്ളം കുറച്ചധികം ചേർക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ നമ്മളിത് അളന്ന് ചേർക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ഒരിക്കലും ഇത് കൂടുതലായി പോവരുത്. അപ്പോൾ ഇളക്കി കൊടുക്കും തോറും ഇതിങ്ങനെ പൊങ്ങി വരും കേട്ടോ. ആ പൊടി അങ്ങനെയാണ്, വറുത്ത പൊടി. അപ്പോൾ വീണ്ടും ഞാൻ 1/2 കപ്പോളം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. ഈ പൊടി മുഴുവനും ഇതിലിങ്ങനെ കുതിർന്ന് വരണം. അതിനാണ് നമ്മൾ അളന്നൊഴിക്കുന്നത്. ഇത് കൂടുതലായി കഴിഞ്ഞാൽ ഈ ചോറൊന്നും അരഞ്ഞ് കിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രേ ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ഇരിക്കുക. അപ്പോൾ ഇത് ഞാൻ കാലത്താണ് ചെയ്തെടുക്കുന്നത്, ഒരു 10 മണിക്കൊക്കെ കേട്ടോ. എന്തിനാണെന്നറിയോ? ഇത് രാത്രിക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനി ഇങ്ങനെ ഇരിക്കട്ടെ. വൈകുന്നേരമാണ് ഞാനിത് അരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ വൈകുന്നേരത്ത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ കാലത്ത് അരച്ച് വയ്ക്കുക. വൈകുന്നേരത്തിനാണെങ്കിൽ അതല്ലാന്നുണ്ടെങ്കിൽ കാലത്ത് ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം നമ്മൾ ഇഡ്ഡലിക്കൊക്കെ അരച്ച് വയ്ക്കുന്ന പോലെ വെള്ളത്തിലിട്ട് വയ്ക്കുക. രാത്രി മുഴുവനും സോക്ക് ചെയ്ത് അങ്ങനെ വയ്ക്കാൻ വേണ്ടിയിട്ട് കാലത്ത് അരയ്ക്കുക കേട്ടോ. 1 മണിക്കൂറിൻ്റെ മുന്നേ അരച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിത് 2 ഭാഗങ്ങളാക്കിയിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അരി കുതിർത്ത് വയ്ക്കുന്ന ആ ഒരു പാടൊന്നുമില്ല. നമ്മളിങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അധികം പുളിയൊന്നും ഇല്ലാതെ തന്നെ ഇങ്ങനെ സാധാരണ വെള്ളപ്പം പോലെ തന്നെ കിട്ടും. ഈസ്റ്റ് ഒന്നും നമ്മൾ ചേർക്കുന്നില്ല, സോഡാപ്പൊടി ചേർക്കുന്നില്ല. ഇത് പുളിച്ച് പൊങ്ങാൻ വേണ്ടിയിട്ട് ഒന്നും തന്നെ നമ്മൾ ചേർക്കുന്നില്ല, ഈ തേങ്ങാ വെള്ളം അല്ലാതെ കേട്ടോ. അപ്പോൾ ഇത് നമ്മളിങ്ങനെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം, ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം എക്സ്ട്രാ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ബാക്കി ഞാൻ അതിൽ തന്നെ വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ അരച്ചെടുക്കട്ടെ. നന്നായിട്ട് അരച്ചെടുക്കുമ്പോൾ ഇതുപോലെയാണ് ഇരിക്കുക. നമ്മൾ തേങ്ങാവെള്ളം ഒഴിച്ച് വെച്ചുകൊണ്ട് രാത്രി ഇതുപോലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇങ്ങനെ പതഞ്ഞിരിക്കും കേട്ടോ. പകലും അങ്ങനെ തന്നെയാണ്. കാലത്ത് ഇതുപോലെ മിക്സ് ചെയ്ത് കൂട്ടി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേനും ഇങ്ങനെ പതഞ്ഞ് വരും. അപ്പോൾ ഇനി രണ്ടാമത് ഇത് അരച്ചെടുക്കുമ്പോൾ 1-2 ഇൻഗ്രീഡിയൻസ് കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കിയുള്ളതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് പിന്നെ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ആദ്യം മുഴുവനായിട്ടും ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ 1/2 സ്പൂണോളം ഉപ്പ്, 1 സ്പൂണോളം പഞ്ചസാര എന്നുള്ള കണക്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് പെട്ടെന്ന് ഒരു 10-15 മിനിറ്റിനുള്ളിൽ നമുക്കിത് പുളിച്ച് പൊങ്ങണമെന്നുണ്ടെങ്കിൽ ഇതിൽ 1/2 സ്പൂണോളം ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ആ പാത്രം ഒന്ന് ചുഴറ്റിയിട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ ഇത് അരയ്ക്കുമ്പോൾ തന്നെ കണ്ടില്ലേ ഇതിങ്ങനെ പതിഞ്ഞിരിക്കുന്നത്, അത് ആ തേങ്ങാ വെള്ളത്തിൻ്റെയാണ് കേട്ടോ. ഒരു ഉലുമ്പൻ മണം ഒന്നും ഉണ്ടാവില്ല. ഇത്രയും സമയം സോക്ക് ചെയ്ത് വെച്ചെന്ന് വിചാരിച്ചിട്ട് അധികം പുളിക്കുമില്ല. നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം, നല്ലോണം മിക്സ് ചെയ്ത് വെക്കണം. ഒത്തിരി ആൾക്കാർ ആവശ്യപ്പെടാറുണ്ട് ഇതുപോലെ ഈസ്റ്റൊക്കെ ചേർക്കുമ്പോൾ നമ്മൾക്കിങ്ങനെ പുളിച്ച് തേട്ടുക, അതുപോലെ തന്നെ ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഈസ്റ്റ് ഒന്നും ചേർക്കാതെ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം. ഇതുപോലെ തന്നെ അടച്ച് വയ്ക്കാൻ കേട്ടോ. 1 മണിക്കൂറിന് ശേഷം ഞാൻ കാണിച്ചു തരാം. 1 മണിക്കൂർ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് ഇങ്ങനെ പതിഞ്ഞ് വരും. 2 മണിക്കൂറൊക്കെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും നല്ല ഫ്ലഫി ആയിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു പുളിപ്പിൽ കിട്ടും. ഞാൻ 2ഉം ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ 1 മണിക്കൂറിലാണ് ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലോണം ആയി വന്നിട്ടുണ്ട്. അപ്പോൾ തണുപ്പും ചൂടൊക്കെ എങ്ങനെ ഇരിക്കും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. അത്യാവശ്യം നല്ല ചൂടുള്ള ക്ലൈമറ്റ് ആണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ ഒരു രീതിയിലാവും. ഇത് കണ്ടോ നന്നായിട്ട് പതിഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ഞാനിത് അപ്പച്ചട്ടിയിലാണ് ചുട്ടെടുക്കുന്നത് കേട്ടോ. ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് അപ്പച്ചട്ടി. എണ്ണ ഒന്നും തടവാറില്ല. നോൺ സ്റ്റിക്കിൻ്റെ അപ്പച്ചട്ടി ഉപയോഗിക്കുമ്പോൾ ഞാൻ കഴിയുന്നതും എണ്ണ തേക്കാറില്ല കേട്ടോ. നല്ലോണം ഒന്ന് ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കി കൊടുത്തിട്ട് നമുക്കിതിൽ 2 തവി കോരി ഒഴിക്കാം കേട്ടോ. 2 തവി ഒഴിച്ചാൽ മതി. അപ്പോൾ അത്ര ഒഴിച്ചു കൊടുത്താലാണ് ആ കറക്റ്റ് പരുവത്തിൽ നമുക്കിങ്ങനെ ചുറ്റിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ കുറേ ദിവസമായി വീഡിയോ ഒന്നും ഇടാത്തേട്ടാ. ഇത് വേറെ കുറച്ച് കാര്യങ്ങളിൽ പെട്ടുപോയതുകൊണ്ടാണ്. ഇനി നമ്മളിതുപോലെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടാം കേട്ടോ.
അപ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ചുറ്റിച്ച് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോഴത്തേനും ആയി കാണും. ഇതാ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ എടുത്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റണം. ബാക്കിയുള്ളതും കൂടെ ഇതേ രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും, ചെറിയ കുട്ടികൾക്ക് പോലും ഇഷ്ടമാവും. കാരണം ഇത് തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ട് കുഞ്ഞു മക്കൾക്കൊക്കെ 1 വയസ്സായ കുട്ടികൾക്കൊക്കെ കൊടുക്കാവുന്നതുള്ളൂ കേട്ടോ. നല്ല സോഫ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ.